സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മറുപടി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോള്, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട്. മിസ് മായ, മായ പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടയ്ക്കൂ. എന്തിനാ സർ? കണ്ണടയ്ക്കൂ. തുറക്കൂ. 22 carats 916 5 sovereigns all for you. ഹാപ്പി? എല്ലാവരും പറയുന്നു 916. തരുന്നു 916. ഓക്കെ. അമ്മ എന്തൊക്കെയാ കയറ്റി വെക്കുന്നത്? ഇതേപോലെ കഴിഞ്ഞ മാസം കൂടെ തന്നയച്ചതല്ലേ? അതൊക്കെ തീർന്നു കാണില്ലേടാ. എവിടെ തീരാൻ? അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നതല്ലേ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ സ്വാദ് കിട്ടൂടാ കടപ്പലാരത്തിന്. എടക്കേച്ചുട്ടാ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടെത്താ. ഓ, കല്യാണം. എന്റെ അമ്മയെ എന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. അമ്മയൊന്ന് അനുഗ്രഹിച്ചേ. എന്താ ഇത്? മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റാ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടം മനുസാറിന്. സ്വന്തമായിട്ടൊരു പരസ്യ കമ്പനി, അതെന്റെ സ്വപ്ന. അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം. പണ്ടൊരു നമ്പൂതിരി ഫലിതമില്ലേ? ആദ്യം അന്തസ്, പിന്നെ അന്തർജനം. അയ്യോ, സമയം പോയി, ട്രെയിൻ മിസ്സാവും. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. നീ മാറി നിന്നാ എങ്ങനെയാ അമ്മ സന്തോഷിക്കാൻ? അതിനൊരു വഴിയുണ്ട്. കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബാലമാമേ, ആയിക്കോട്ടെ. ഓക്കേ.